വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ശബരിമലയിലേക്ക് തന്നെയാണ്. സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് രണ്ടാം ദിവസമാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പും പരിശോധനയും തുടരുന്നത്. പുതിയതായി സ്വർണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധനയും ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായൺ, പരിശോധനകൾ എപ്പോഴേക്കായിരിക്കും ആരംഭിക്കുക? എന്തിനൊക്കെ പരിശോധനകളായിരിക്കും ഇന്നുണ്ടാവുക? അനുശ്രീ, അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കർ നേതൃത്വത്തിലുള്ള പരിശോധന ശബരിമലയിൽ തുടരുകയാണ്. പ്രധാനമായും ശബരിമല ദേവന്, അതായത് അയ്യപ്പന് ലഭിച്ച വസ്തുവകകളുടെയും അതുപോലെ തന്നെ സ്വർണം തുടങ്ങിയ വസ്തുക്കളുടെയും കണക്കെടുപ്പാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത്. ഇന്നലെ രാവിലെ 9 മണിയോട് ആരംഭിച്ച കണക്കെടുപ്പ് ഇന്നും തുടരുകയാണ്. ഈ ദ്വാരപാലക, പുതുതായി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന ദ്വാരപാലകരുടെ പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. ഇന്നലെ രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുള്ള പല കാര്യങ്ങളും, പല വസ്തുക്കളുടെയും പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. ദ്വാരപാലകരുടെ സ്വർണം പൂശി തിരിച്ചു കൊടുത്ത് ചെന്നൈയിൽ ദ്വാരപാലകരുടെ സ്വർണം പൂശി തിരിച്ചെത്തിയ കണക്ക് കൂടി ഇന്ന് പരിശോധിക്കും. അതിനുശേഷം ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. ഇവിടെയും KT ശങ്കർ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ എന്തെങ്കിലും ക്രമക്കേടോ പൊരുത്തക്കേടോ കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായ കണക്കെടുപ്പാണ് നടക്കുന്നത്. കാരണം വിവാദമായ ഒരു വിഷയമാണ് സ്വർണ്ണപ്പാളി വിഷയം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അത്തരത്തിൽ ഒരു പൊരുത്തക്കേട് എന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളോ എന്തെങ്കിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും. ഈ പരിശോധനകൾ പൂർത്തിയായി ഇന്നും നാളെയും നടക്കുന്ന പരിശോധനകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ജസ്റ്റിസ് KT ശങ്കർ നൽകുക. പരിശോധനകൾ ഇന്നും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. എന്തായാലും വസ്തുവകളുടെയും രജിസ്റ്റർ സൂക്ഷിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെയും കൃത്യമായ ഒരു കണക്ക് ആണ് എടുക്കുന്നത്. എന്തായാലും ഇന്നത്തെ ശബരിമലയിൽ ഇന്ന് നടക്കുന്ന പ്രധാനമായ പരിശോധന ദ്വാരപാലകരുടെ സ്വർണം പൂശി തിരികെ എത്തിയ ദ്വാരപാലകരുടെ പരിശോധന. അതിൽ സ്വർണത്തിൽ വല്ല കുറവുണ്ടായോ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിശോധിക്കുന്നത്. നാളെ ആറന്മുളയിൽ ഇത് സംബന്ധിച്ച് സ്ട്രോങ് റൂമിൽ തുറന്ന് വലിയ പരിശോധനയുണ്ട്. അവിടെയാണ് കൂടുതൽ സാധനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ലഭിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിൽ ലഭിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ വസ്തുക്കളുടെ വസ്തുക്കൾ കൂടുതലുള്ളത്. അത് അനുസരിച്ചുള്ള രേഖകളുടെ പരിശോധന നാളെ നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കും. അനുശ്രീ, ശശി, വിഷയത്തിൽ കൂടുതൽ തെളിവുകളും വിവരങ്ങളും ഒക്കെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. എന്തായാലും ഒരുപക്ഷെ പൊരുത്തക്കേടുകളോ കണ്ടെത്തിയാൽ ഒരുപക്ഷെ കർശന നടപടിയുണ്ടാകും. പക്ഷേ നമുക്ക് അക്കാര്യങ്ങൾ വ്യക്തമാവില്ല. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. മാധ്യമങ്ങളുടെയോ മറ്റു കാര്യങ്ങളോ ഒന്നും വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി ജസ്റ്റിസ് KT ശങ്കറിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി ഇതുവരെ ശബരിമലയിൽ ലഭിച്ചിട്ടുള്ള വസ്തുവകൾ എന്തൊക്കെ ദേവന് വഴിപാടായി ഭക്തർ സമർപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു രേഖയാണ് ഉണ്ടായത്. കാരണം പലതരത്തിലുള്ള രജിസ്റ്ററുകളിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ചെമ്പുപാളിയാണെന്ന് പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ നിരവധി ഉണ്ട്. അതെല്ലാം കൃത്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇന്ന് വരെ ശബരിമലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ദേവന് ലഭിച്ചിട്ടുള്ള വസ്തുവകകൾ, അതുപോലെ തന്നെ ഈ സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അതിന്റെ രജിസ്റ്റർ സൂക്ഷിച്ചുള്ള രേഖകൾ, ഇതെല്ലാമാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണ് കോടതിയുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പരിശോധനയാണ് നടത്തുന്നത്. അത് കൃത്യമായി ഓരോ രേഖകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആളുകൾ, അതുപോലെ തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ, സേനാധിപത്യ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ സ്ഥാനത്തിലാണ് ഈ പരിശോധന. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ പൊരുത്തക്കേടുകൾ കണ്ടാൽ അത് കൃത്യമായി കർശന നടപടികൾ ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയായി വരുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. 9 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ പരിശോധന വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. എന്തായാലും ഇന്നും നാളെയും ഇത് സംബന്ധിച്ചുള്ള പരിശോധന, ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം തിരികെ എത്തിയതിനു ശേഷമായിരിക്കും നാളെ ആറന്മുളയിൽ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന ഉണ്ടാകുക. എന്തായാലും വിശദമായൊരു പരിശോധനയാണ് തുടരുന്നത്. മനസ്സിലായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിന്റെ അടക്കം പരിശോധനകളാകും ഇന്ന് നടക്കുക. ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വൃത്തിഹീനമായി നിർമ്മിച്ച പ്രസാദം കണ്ടെത്തിയ സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തും. രണ്ടിടത്തായി അനധികൃത കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയതോടെ ബിജെപി, ഹിന്ദു സംഘടനകൾ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസറെ തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരുന്നു. മേൽശാന്തിക്കെതിരെ നോട്ടീസ് നൽകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം പ്രസിഡന്റും അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, രണ്ടിടങ്ങളിൽ നിന്നായാണ് ഇത്തരത്തിൽ അനധികൃതമായ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തുന്നത്. ഇതിൽ അന്വേഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായും ശ്രീ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം അനധികൃതമായി നിർമ്മിച്ചു നൽകുന്ന സംഭവത്തിലാണ് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്ര സമീപത്തെ വാടക വീട്ടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയ കരിപ്രസാദം പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മഹസർ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ തന്നെ, ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ശാന്തിമഠത്തിന്റെ മുകളിലായിട്ട് സമാനമായ രീതിയിൽ തന്നെ കരിപ്രസാദ നിർമ്മാണം വീണ്ടും കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് രണ്ടിടത്തും നിർമ്മാണം കണ്ടെത്തിയത്. സമീപത്തു നിന്നും മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും അതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങളുടെ കവറുകളെല്ലാം തന്നെ കണ്ടെത്തി. ഇതെല്ലാം ഭക്തരെ വലിയ രീതിയിൽ മാനസികമായിട്ട് തകർത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബിജെപി, ഹിന്ദു സംഘടനകൾ ദേവസ്വം അസിസ്റ്റന്റ് ഓഫീസറെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേൽശാന്തിക്കെതിരെ നോട്ടീസ് നൽകുമെന്ന ഉറപ്പിന്മേലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം അവസാനിപ്പിച്ചെന്ന് പറയാൻ കഴിയില്ല. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയത്. ഈ ക്ഷേത്രത്തിലെ ഈ ഹോമത്തിൽ നിന്നുള്ള പ്രസാദം മാത്രമേ വിതരണം ചെയ്യൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മേൽശാന്തിക്ക് എതിരെ നോട്ടീസ് നൽകും, പുറത്തുനിന്നുള്ള പ്രസാദ നിർമ്മാണം അനുവദിക്കില്ല എന്നൊക്കെ അവർ വാക്കാൽ ഉറപ്പ് നൽകിയതുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് അല്പം ഒരു അയവ് വന്നത്. എന്തായാലും ഇതിന്റെ രാസപരിശോധന ഫലം നിർണായകമാണ്. ഇതിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ രാസവസ്തു കണ്ടെത്തുകയാണെങ്കിൽ വീണ്ടും പ്രതിഷേധം ശക്തമാകാൻ തന്നെയാണ് തീരുമാനം. ഹിന്ദു ഐക്യവേദികൾ അത്തരം ഒരു അറിയിപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. വിനീഷ്, അതുപോലെ തന്നെ കൂടുതൽ ബിജെപി, ഹിന്ദു സംഘടനകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതിഷേധത്തിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇതിൽ രാസപരിശോധന ഫലം നിർണായകമാണ്. ഇവർ തന്നെയാണ് ആ പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുന്നത്, ബിജെപിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കെമിക്കൽ സാന്നിധ്യം കണ്ടെത്തുകയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ നടപടിയിലേക്ക് നീങ്ങണമെന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. ഈ കരി അത് എന്ത് തരത്തിലുള്ള കരിയാണെന്നാണ് വ്യക്തത വരാനുള്ളത്. ഈ കരി കലക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരുപാട് പാക്കറ്റുകളുടെ റെഡിമെയ്ഡ് പാക്കറ്റുകളിലായിട്ട് ഈ കരി സൂക്ഷിച്ചിരിക്കുന്നു. ഇത് നിർമ്മാണം തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്നു. ഇതെല്ലാം തന്നെ തെളിവ് സഹിതമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ ഇവിടെ നിർമ്മിക്കുന്നു, ഇതിന് ആരാണ് അനുമതി നൽകിയത് എന്നതാണ്. നമുക്കറിയാം, ഈ കരിപ്രസാദം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തയ്യാറാക്കി ഹോമകുണ്ടത്തിൽ നിന്നും എടുക്കുന്ന കരിയാണ്. ഇതാണ് പ്രസാദമായി നൽകേണ്ടത്. ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കരിപ്രസാദം അനധികൃതമായി മറ്റൊരിടത്ത് വെച്ച് നിർമ്മിക്കുന്നു. ഇത് ഒരു വാട്ടിയ ഇലയിൽ ഈ പുഷ്പങ്ങളെല്ലാം ഇട്ട് പ്രസാദം എന്ന രീതിയിൽ ഭക്തർക്ക് നൽകുന്നു. ഇതൊക്കെ ശരിക്കും ഭക്തരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാനസികമായ ഒരു വിഷമത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ആ ഒരു വിശ്വാസത്തെ കളങ്കപ്പെടുന്ന തരത്തിലേക്കുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇന്നും തന്നെ ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ച് കാലാകാലങ്ങളായി നടന്നുവരുന്ന ആചാരങ്ങളെ ലംഘനമാണെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി അടക്കം പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെക്കുന്നുള്ളത് ഉറപ്പാണ്. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉണ്ടായ പോലീസുകാരുടെ ലാത്തി ചാർജ് വലിയ തരത്തിലുള്ള വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇത് രാഷ്ട്രീയ പ്രചരണ ആയുധമായി സർക്കാരിനെതിരെ തുടർ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ്. ഷാഫി പറമ്പിലിനെ വേട്ടയാടാനുള്ള നീക്കം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ ആടിയുലഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾക്കും സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് വർദ്ധിത വീര്യത്തോടെ തെരുവിലിറങ്ങാൻ ഊർജം നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടി. ലാത്തിച്ചാർജിൽ തലക്കരിയേറ്റതിന് പിന്നാലെ ചോര തുടച്ചുകൊണ്ട് പോലീസിന് നേരെ ആക്രോശിച്ച ഷാഫിയുടെ പ്രതികരണം വൈകാരികമായി ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ രാത്രി വൈകിയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി.
പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുഴക്കിയും സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തും രോഷപ്രകടനം. പിന്നാലെ ഷാഫിക്ക് മർദ്ദനമേറ്റത് പോലീസ് ലാത്തിചാർജിൽ അല്ലെന്ന റൂറൽ എസ്പിയുടെ വാദം തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കോഴിക്കോട് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അതിരുവിട്ടത്. KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായതോടെ പേരാമ്പ്രയിൽ തുടങ്ങിയ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ് ക്യാമ്പിൽ സർക്കാർ വിരുദ്ധ പ്രചാരണ വിഷയമായി വരും ദിവസങ്ങളിലും അലയടിക്കുമെന്നുറപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മണ്ണാർക്കാട് MES കല്ലടിയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSUവും MSFും തമ്മിൽ തുടങ്ങിയ തർക്കം പാലക്കാടിന് പുറമെ കോഴിക്കോടും വയനാടും എല്ലാം പ്രതിഫലനമുണ്ടാക്കുകയാണ്. വടക്കൻ ജില്ലകളിലെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്ന മൂപ്പിനാർ തർക്കം പോഷക സംഘടനകളും ഏറ്റുപിടിക്കുകയാണെന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ്. മണ്ണാർക്കാട് വിഷയത്തിൽ KSU യൂണിറ്റ് കമ്മിറ്റിയെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ KSU ജില്ലാ നേതൃത്വം രൂക്ഷ മറുപടിയുമായി രംഗത്തെത്തിയതോടെ തർക്ക പരിഹാരത്തിന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തുമെന്നാണ് സൂചന. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിവിധ ജില്ലകളിൽ ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പാണുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. 15 വരെ കനത്ത മഴ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും വടക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ബീഹാറിൽ NDA സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനിരിക്കെ അതൃപ്തി അറിയിച്ച് ജിതിൻ റാം മാഞ്ചി. പരമാവധി 8 സീറ്റ് മാത്രമേ നൽകൂ എന്ന ഫോർമുല അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് മാഞ്ചി. അതേസമയം സീറ്റ് ധാരണ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാകുമെന്ന നിലപാടിലാണ് BJP. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടുതൽ സീറ്റ് ചോദിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, എന്താണ് നിലവിലെ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, പത്രികാ സമർപ്പണത്തിന് ദിവസം അടുക്കുമ്പോഴും രണ്ട് മുന്നണിയിലും പ്രതിസന്ധി തുടരുകയാണ്. പ്രത്യേകിച്ച് NDA ഇന്നലെ പ്രഖ്യാപനം നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കാമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെ അതിൽ അതൃപ്തി അറിയിച്ച് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻ റാം മാഞ്ചി, അദ്ദേഹത്തിന്റെ പാർട്ടിയും 15 സീറ്റുകളാണ് HAM ആവശ്യപ്പെടുന്നത്. പക്ഷേ പരമാവധി 8 സീറ്റാണ് അവർക്ക് BJPയും JDയും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ജിതൻ റാം മാഞ്ചിക്ക് കടുത്ത അതൃപ്തിയുള്ളത്. ഇക്കാര്യം BJP നേതാക്കളെ മാഞ്ചി അറിയിക്കുകയും ചെയ്തു. നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗം കൂടിയാണ് മാഞ്ചി. അപ്പോൾ ഇനി മാഞ്ചി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കും, NDAക്ക് പിന്തുണ കൊടുക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ അതോ കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ചെറു പാർട്ടികൾ ബീഹാറിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിലെങ്കിലും അവർക്ക് തന്നെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഘട്ടത്തിൽ ഇവരെയൊക്കെ തന്നെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ഏതായാലും BJP നേതാക്കൾ ഈ ഘട്ടത്തിൽ പറയുന്നത് മാഞ്ചിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. കാരണം ഇന്നലെ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടന്നതാണ്. സ്വാഭാവികമായും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം, പാർട്ടി സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കാം എന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. മഹാഗഡ്ബന്ധൻ, മഹാസഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം അവിടെ തുടരുന്നുണ്ട്. അവർക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവായ മുകേഷ് സൈനിയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് 40 സീറ്റാണ് അവർ ചോദിക്കുന്നത്. അത് നൽകാൻ കഴിയില്ലെന്ന് RJD അറിയിച്ചിട്ടുണ്ട്. കാരണം 40 സീറ്റുകൾ നൽകുകയാണെങ്കിൽ വലിയൊരു ഭാഗം സീറ്റുകൾ, നിലവിലെ RJDയുടെ കൈവശമുള്ള വലിയൊരു ഭാഗം സീറ്റുകൾ അവർക്ക് വിട്ടു നൽകേണ്ടി വരും. അതിന് തയ്യാറല്ല. പകരം 20 സീറ്റുകൾ നൽകാം എന്നാണ് ഇപ്പോൾ സൈനിക്ക് നൽകിയ ഉറപ്പ്. പക്ഷേ സൈനി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് 30 മുതൽ 35 സീറ്റ് വരെ ലഭിച്ചില്ലെങ്കിൽ സഖ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സൈനിയും എത്തിയിട്ടുണ്ട്. പക്ഷേ സൈനിയും ഒപ്പം നിർത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിന് അനിവാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൈനി പിടിച്ച വോട്ടുകൾ, പിടിച്ച സീറ്റുകളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ജയസാധ്യതയെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെ CPIMലും കൂടുതൽ സീറ്റുകൾ അവരെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ അവർ 19 സീറ്റിൽ മത്സരിച്ചു, 12 എടുത്ത് വിജയിക്കുകയും ചെയ്തു. വലിയ സ്ട്രൈക്ക് റേറ്റാണ് അവർ നേടിയത്, വലിയ വിജയ ശതമാനം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല 2 ലോക്സഭാ അംഗങ്ങളും അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും
കൂടുതൽ അംഗങ്ങളില്ലാത്ത മുകേഷ് സൈനിക്ക് 20-ലധികം സീറ്റുകൾ നൽകുമ്പോൾ എന്തുകൊണ്ട് CPIML അത്രത്തോളം സീറ്റുകൾ നൽകുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടു പാർട്ടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിൽ ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. ഏതായാലും ഇനി 5 ദിവസം മാത്രമാണ് പത്രികാ സമർപ്പണം, ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യവുമുള്ളത്. ഏതായാലും മറ്റന്നാൾ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് മഹാസഖ്യം കടക്കുക. അനുശോചി ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഗസ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദിമോചനം നാളെ ആരംഭിക്കുകയാണ്. 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമ്പോൾ 2000-ഓളം പലസ്തീനികളാണ് ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് മോചിതരാവുക. അതിനൊപ്പം ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മിറ്റും നാളെ നടക്കും. അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. വടക്കൻ ഗാസയെ പൂർണ്ണമായും തകർന്ന പട്ടണങ്ങളിലേക്കാണ് ഇവരുടെ മടക്കം. മടങ്ങിയെത്തുന്ന 10,000-കണക്കിന് പലസ്തീനികൾക്കുള്ള താമസ സൗകര്യം അടക്കം പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. ഗാസയിലേക്ക് കൂടുതൽ ആളുകൾ മടങ്ങിയെത്തുന്നു. അഭിലാഷ്, അപ്പോഴും അവരുടെ താമസം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം അതെന്തായിരിക്കും? അനുശ്രീ, നാളെ ഈജിപ്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര സമ്മിറ്റ് നടക്കുന്നുണ്ട്. ഈ സമ്മിറ്റിലാണ് ഇത്തരത്തിൽ ഗാസയിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാവുക. ഇപ്പോൾ ആകെ തകർന്നു കിടക്കുന്ന ഗാസയിലേക്ക് അവശേഷിക്കുന്ന ഗാസയിലെ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതോടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ തിരിച്ച് സ്വന്തം വീടുകൾ തേടി എത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവിടെ എത്തുന്നതെല്ലാം തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളാണ്. അവർ താമസിക്കുന്ന വീടുകളെല്ലാം വെറും മൺകൂനകളായി, സിമന്റ് കട്ടകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം തിരിച്ചെത്തുമ്പോൾ അവരുടെ താമസം എങ്ങനെയാണ്, അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ വീണ്ടും എങ്ങനെ അവരുടെ ജീവിതം പടുത്തുയർത്തും എന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് നാളെ നടക്കുന്ന സമ്മിറ്റിൽ കണ്ടെത്തേണ്ടത്. അതിൽ പ്രധാനമായും 20 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയും ഈജിപ്തുമാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുക. അതുപോലെ ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള ഇംഗ്ലണ്ട് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ആ ചർച്ചയിൽ പങ്കെടുക്കും. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഹമാസിന്റെ നേതാക്കൾ നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ ബന്ദികളെ നാളെ മോചിപ്പിക്കും. അതായത് നാളെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച, ഇന്ത്യൻ സമയം തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രിയോടെ ആയിരിക്കും നടക്കുക. ബന്ദികളെ മോചിപ്പിക്കും. 20 പേരെ ഹമാസ് വെറുതെ വിടും. അതുപോലെ 2000-ഓളം പലസ്തീനികളും നാളെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരും. അത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതിൻ്റെ മറ്റു കാര്യം, ഹമാസ് എന്തായാലും അതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ഘട്ടമാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ലോകരാജ്യങ്ങളടക്കം കാത്തിരിക്കുന്നത്. കാരണം ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. അവിടെ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഹമാസ് തത്വത്തിൽ നിരായുധീകരണത്തിന് സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഗാസയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ള കാര്യം കൂടി ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിയാമെന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം നാളെ ബന്ദികളെ വിട്ടു നൽകിയാൽ ഉടൻ ആദ്യഘട്ടം എന്നുള്ളതിൽ കുറച്ച് കിലോമീറ്ററുകൾ പിന്നോട്ട് ഇസ്രായേൽ സൈന്യം മാറും. അവിടെ ഇസ്രായേൽ സൈന്യം മാറുന്ന സ്ഥലത്തേക്ക് തുർക്കി, അതുപോലെ ഖത്തർ, ഈജിപ്റ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക ഫോഴ്സുകൾ അവിടെ ഇടം പിടിക്കും. ഈ സൈനിക ഫോഴ്സുകളെ നിയന്ത്രിക്കാനായിട്ട് അമേരിക്കയുടെ ഒരു കമാൻഡും അവിടെ തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അതുകൂടാതെ ലോക്കലായിട്ടുള്ള പ്രദേശത്തെ നിയന്ത്രണത്തിന് ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്നുള്ള പേരിൽ ഒരു സംഘം രൂപീകരിക്കും. പക്ഷേ ആ സംഘത്തെപ്പറ്റി ഒരു ആരോപണം ഇപ്പോൾ വരുന്നത് ഹമാസിൻ്റെ സൈനികർ തന്നെ അവരുടെ ഹമാസിൻ്റെ യൂണിഫോം എല്ലാം കളഞ്ഞ് ഒരു തോക്കുമെടുത്ത് സാധാരണ സിവിലിയൻസിൻ്റെ ഡ്രസ്സും ഇട്ടാണ് അവിടെ നിൽക്കുന്നത്. ഈ ഗാസ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഈ ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഹമാസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സൈനികരായിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊക്കെ ഇസ്രായേലിന് ഒരുപക്ഷെ കാര്യങ്ങൾ കൃത്യമായി അറിവുണ്ടായിരിക്കും. അവർ ഒരുപക്ഷെ പറയും ഈ ആൾക്കാരെയൊന്നും ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ സായുധ സൈനികരായി എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ഇസ്രായേൽ എന്തായാലും മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഗാസയുടെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ വെടിയൊച്ചകളൊന്നുമില്ലാത്ത സമാധാനമായിട്ടുള്ള, എന്നാൽ
രക്ഷപ്പെട്ട ആളുകൾക്ക് എവിടെ അഭയം തരണം എന്നുള്ള കാര്യത്തിലൊന്നും തീരെ വ്യക്തതയില്ലാത്ത ഒരു രൂപമാണ് ഗാസയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നാളെ ആദ്യഘട്ടം കടക്കുന്നതോടെ, അതായത് ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നതോടുകൂടി ഗാസയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അനുശ്രീ. അഭിലാഷ്, അതുപോലെ തന്നെ ഈ വടക്കൻ ഗസയിലെ തകർന്ന പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ മടങ്ങിയെത്തുകയാണ് എന്നാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. ഏതാണ്ട് 2 വർഷം നീണ്ട യുദ്ധമാണ് ഉണ്ടായത്, ഉഗ്രാക്രമണങ്ങളാണ് ഉണ്ടായത്. തിരിച്ചു വരുന്നവർക്ക് ജീവിതം കെട്ടിപ്പടുക്കുക ഒട്ടും എളുപ്പമായിരിക്കില്ല. എന്താണ് അവരുടെ മുന്നിലുള്ള സാധ്യതകളും വെല്ലുവിളികളും എന്നത് വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. രാജ്യാന്തര ഇടപെടലുകളെല്ലാം ഏതെല്ലാം വിധത്തിൽ ഇവർക്ക് സഹായകമാകും എന്നതൊക്കെ ഉറ്റുനോക്കേണ്ടതല്ലേ? അനുശ്രീ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് ഈ യുദ്ധത്തിന് ശേഷം, ആക്രമണങ്ങൾക്ക് ശേഷം, 2 വർഷം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം തിരിച്ച് സ്വന്തം വീടുകൾ തേടിയെത്തുന്നവർക്ക് കാണാൻ കഴിയുന്നത് വെറും മൺകട്ടകളാണ്. അവിടെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇപ്പോൾ ഭക്ഷണത്തിന് പോലും അവരുടെ താമസം, മറ്റു കാര്യങ്ങൾ എല്ലാം രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് അവരുടെ വിശപ്പടക്കാനുള്ള കാര്യമാണ്. അതുപോലും അവിടെ ഇപ്പോൾ ഒരു ദുർഘടമായ സാഹചര്യമാണ്. കാരണം അവിടെ ആളുകൾക്ക് ഭക്ഷണം എത്താത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗാസയിലേക്കുള്ള ആഹാരം എത്തുന്നതിന് ഫുഡ് ട്രക്കുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സഹായങ്ങളുമൊക്കെ എത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പോലും ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു. അതായത് ഈ ഹ്യൂമാനിറ്റേറിയൻ സോൺ എന്ന് പറയും, വെടി വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലം, അവിടെയായിരുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ കൂട്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായി ഭക്ഷണം എത്തുന്ന ഭക്ഷണം കൃത്യമായി അവരുടെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിലേക്ക് വീടുകൾ തേടി അലഞ്ഞതോടെ അവർക്ക് എവിടെയെല്ലാമാണ് ഭക്ഷണം കൊണ്ടെത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഭക്ഷണ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉള്ളത്. മറ്റൊരു കാര്യം, അതിനുശേഷമുള്ള ഇവരുടെ താമസിക്കാൻ, ഈ ആളുകൾ നേരത്തെ ടെൻറ്റുകളിലാണെങ്കിൽ പോലും അവർക്ക് വെയിലോ മഴയോ ഏൽക്കാതെ കിടക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവർ തകർന്ന തങ്ങളുടെ വീടുകൾ തേടി പോകുമ്പോൾ അവർക്ക് ഒരു പക്ഷേ താമസിക്കാനുള്ള ഒരു സ്ഥലം പോലും ഉണ്ടാകില്ല. അതിന് ഒരുപാട് സമയമെടുക്കും. നിലവിൽ ഇതൊന്ന് കെട്ടിപ്പടുത്ത് കൃത്യമായി ഒരു നേരത്തെ ഗാസ എങ്ങനെ ഉണ്ടായിരുന്നു, 2023 ഒക്ടോബർ 7 മുമ്പ് ഗാസ എത്തരത്തിലായിരുന്നു, അതുപോലെ ഒരു ഗാസ ഇനി കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വർഷങ്ങളുടെ പരിശ്രമം ലോകരാജ്യങ്ങളുടെ അടക്കം സഹായത്തോടെ നടക്കേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഈ 2023 ഒക്ടോബറിന് ശേഷം പല തവണ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും വെടിയൊച്ചകളും മിസൈലുകളും ഗാസയിലേക്ക് വന്ന് പതിച്ചിരുന്നു. ആ ഒരു പേടി കൂടി ഗാസയിലെ ജനങ്ങൾക്കൊണ്ട്. അവർ ആഘോഷിക്കുന്നതിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ നിലപാട് മാറി ഒരു ആക്രമണം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി അവർ കാണുന്നുണ്ട്. അതുകൂടി ഈ ഇപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ട സമാധാന കരാറിൻ്റെ 2ാം ഘട്ട വ്യവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഹമാസ് ഏതെങ്കിലും തരത്തിൽ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ടേംസിൽ ഒരു തെറ്റുണ്ടായാൽ, അവർ തമ്മിൽ പിരിഞ്ഞാൽ, അത് വീണ്ടും അവർ തമ്മിലുള്ള തെറ്റിപ്പിരിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവാനുള്ള, അതും കടുത്ത ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്വന്തം വീടുകൾ തേടി ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നത് അപകടകരമാണ്. അല്ലെങ്കിൽ അത് ഒരു പക്ഷേ സാഹചര്യം മാറിയാൽ വീണ്ടും കാര്യങ്ങൾ മോശമാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഉള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് വെടിനിർത്തൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം വീടുകളിലേക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ വീടുകൾ തേടി അലയാൻ, അതും മൺകട്ടകൾ മാത്രമായിട്ടുള്ള വീടുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള ആളുകളുടെ ഈ ഒരു ത്വര ഉണ്ടാവുന്നത്. പക്ഷേ അത് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇനിയിപ്പോൾ 2ാം ഘട്ട ബന്ദിമോചനം കഴിഞ്ഞിട്ടുള്ള 2ാം ഘട്ട ചർച്ചകൾ വരുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് വീണ്ടും വലിയ ആക്രമണം, നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു, ഈ ഗാസ സമാധാന കരാറിലെ 20 വ്യവസ്ഥകളും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇത്രയും നാൾ ഉണ്ടായതിനേക്കാളും വലിയ ആക്രമണങ്ങളായിരിക്കും, അതിൽ വേറെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, തടയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്വന്തം വീടുകൾ തേടി പോകുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അനുശ്രീ. അഭിലാഷ്, ഈ ഗാസയിലെ യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രം നോക്കിയാൽ അത്ര പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല. പലസ്തീന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് പല ഏറ്റുമുട്ടലുകൾക്കും. ഇത്രയും രക്തം ചൊരിഞ്ഞ ഏറ്റുമുട്ടൽ പക്ഷേ ഇത് ആദ്യമായിട്ടായിരുന്നു. ഇത്രയും ഗുരുതരമായ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടും ഇനി ഈ സമാധാനം ശാശ്വതമാണെന്ന് നമുക്ക് എങ്ങനെ പറയുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും ഗാസയുടെ ഭാവി എന്തായിരിക്കും എന്നത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയല്ലേ? അനുശ്രീ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് സമാധാനവും സ്വാതന്ത്ര്യവും രണ്ടും രണ്ടാണ്.
ഇപ്പോൾ പലസ്തീനികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സമാധാനം എന്നുള്ള ഒരു പേരാണ് വരുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു തടവിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഭക്ഷണവും ശരീരത്തിൽ നമ്മളാരും ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ സമാധാനം എന്ന് വിളിക്കാം. പക്ഷേ സ്വാതന്ത്ര്യം മറ്റൊന്നാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങോട്ട് പോകാനും നമ്മൾ ആരും നിരീക്ഷണത്തിലല്ല എന്നുള്ളൊരു രീതിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് പലസ്തീന് യഥാർത്ഥത്തിൽ ആവശ്യം. ഇപ്പോൾ ഒരു വലിയൊരു ആക്രമണം ഉണ്ടായി. അതായത് 1923 ജൂതന്മാർ പലസ്തീനിലേക്ക് കുടിയേറിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണമാണ് ഈ 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ മനുഷ്യരെ കുറച്ചെങ്കിലും ബാക്കി നിൽക്കണം. ഒരു വംശഹത്യ അവിടെ സംഭവിക്കാതിരിക്കാൻ, ഇനിയും ആ ഒരു വംശത്തെ നിലനിർത്താൻ വേണ്ടി ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഇനി ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കരാർ കൂടി ഇല്ലാതായാൽ, ഈ കരാർ കൂടി ഒഴിവായാൽ അവിടെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് പലസ്തീനികൾ ആകെ മൊത്തം അവരില്ലാതായി പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സമാധാനം എന്നൊരു കാര്യത്തിലേക്ക് പലസ്തീനും ഹമാസും എല്ലാം അംഗീകരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം എന്നുള്ളത് വേറൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കയ്യിൽ ആരും നോക്കാതെ, നമ്മുടെ കയ്യിൽ ആരും പിടിക്കാതെ നമുക്ക് എങ്ങോട്ടും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ അവർ ഇപ്പോഴും സ്വതന്ത്രരായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ ഒരു സമാധാനം എന്നുള്ളത് അവർക്ക് ഇനി കുറച്ച് ദിവസങ്ങളെങ്കിലും, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഇനി ആകാശത്ത് നിന്ന് വെടിവെപ്പൊന്നും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലും ഒരു സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകാതെ അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. കാരണം സ്വാതന്ത്ര്യം തന്നെയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് തന്നെയാണ് പലസ്തീനികൾക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അനുശ്രീ. ശരി. അതേസമയം ഇസ്രയേലും ഹമാസും തമ്മിലെ യുദ്ധം ഒരു തരത്തിൽ ഒതുങ്ങി വരുമ്പോൾ ഇവിടെ ഏഷ്യയിൽ മറ്റൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെടുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നാണ് താലിബാൻ അവകാശവാദം. അഫ്ഗാൻ ആക്രമണം സ്ഥിരീകരിച്ച പാക് സൈന്യം തിരിച്ചടിച്ചതായും അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈന്യം അഫ്ഗാനിലെ കാബൂളിൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അഫ്ഗാൻ തിരിച്ചടിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ആശങ്കയാണ് ഇരു രാജ്യങ്ങളുടെയും ഏറ്റുമുട്ടൽ. എന്താണ് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? അത് വളരെ നിർണായകമാണല്ലോ ഈ വിഷയത്തിൽ. അനുശ്രീ, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് അഫ്ഗാന് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള രീതി തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ ഉണ്ടായ സംഭവങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താലിബാനും അതുപോലെ പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകളൊക്കെ നടന്നിരുന്നു. അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിൽ തെഹ്രീക്ക് ഇ താലിബാൻ നേതാവ് നൂർ വാലി മെഹ്സൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു ആക്രമണം നടന്നത്. ആ ആക്രമണത്തിൽ നൂർ വാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. പക്ഷേ താലിബാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാൻ നടത്തിയെന്നോ നടത്തിയില്ല എന്നോ പറയുന്നില്ല. അതായത് അവർ ഭാഗികമായി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, പാകിസ്ഥാൻ തന്നെയാണ് ഈ കാബൂളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പാകിസ്ഥാൻ പറയാതെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും പാകിസ്ഥാനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കാൻ താലിബാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ചോദ്യത്തിന് പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ മറുപടി കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ കാബൂളിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയൊന്നുമാണ് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ, കുറാം ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ ഇന്നലെ രാത്രി താലിബാന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകളെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് 12ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഈ ഒരു ആക്രമണം
സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഒരു തരത്തിലും പാകിസ്ഥാന്റെ നേരെയുള്ള ആക്രമണങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല, അത് തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും ആക്രമണങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ആണവ രാജ്യമാണ്. അവർക്ക് അഫ്ഗാനിസ്ഥാൻ ഒരുപക്ഷെ അല്ലെങ്കിൽ താലിബാൻ ഒരുപക്ഷെ ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു നേരിട്ട് പോരാടി ജയിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിലൊക്കെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ ഒരു മിലിറ്ററി ശക്തി തന്നെയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഭീകരപ്രവർത്തനങ്ങളാണ്, താലിബാനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഭീകര പ്രവർത്തനങ്ങളാണുള്ളത്. അവർക്ക് ചാവേർ ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒന്നും നോക്കുന്നില്ല. ISIS-ന്റെ പാകിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ISIS-ന്റെ പോസ്റ്റുകളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, അവിടെ മാത്രമാണ് ആക്രമിച്ചത് എന്നാണ്. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം ഇവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത്. പാകിസ്ഥാന് നേരെ കടുത്ത ആക്രമണം നടത്തി, എന്നാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. അനുശ്രീ, അഭിലാഷി, പാകിസ്ഥാനും താലിബാനും എന്ന് പറയുന്ന ഏതാണ്ട് ഒരേ ദിശയിൽ പോയിരുന്ന രണ്ട് കൂട്ടരാണ്. ഇവർക്കിടയിൽ ഇപ്പോൾ രൂക്ഷമാകുന്ന ഈ സംഘർഷം അത് ഏതെല്ലാം വിധത്തിലാണ് പ്രതിഫലനം ഉണ്ടാക്കുക എന്നത് വലിയൊരു ചോദ്യമാണ്. ചൈന ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം അറിയിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതിൽ ഇതിൽ ഇന്ത്യയാണ് പാകിസ്ഥാൻ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ഈ ഒരു സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനു പിന്നിൽ, അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ വളർത്തുന്നത് ഇന്ത്യയാണെന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഇക്കാര്യത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ചൈനയും അമേരിക്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിൽ ഇരു രാജ്യങ്ങളുടെയും നിലപാട് വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എന്തായാലും ഉണ്ടാവില്ല. ഒരു പക്ഷേ ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിലപാട് പോലും ഇന്ത്യ എടുക്കാൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയിലടക്കം നടത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹൈഡൌട്ടുകൾ, ISIS അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദികളുടെ ഹൈഡൌട്ടുകൾ തകർക്കപ്പെടുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാട് ഒരു തരത്തിലും എടുക്കില്ല. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദങ്ങളെയും ഇന്ത്യ അംഗീകരിക്കില്ല. എന്നാൽ അഫ്ഗാൻ മിലിറ്ററി പാകിസ്ഥാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക. അതേസമയം തന്നെ ചൈനയും അമേരിക്കയും എടുക്കുന്ന നിലപാട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം ഈ അമേരിക്കയും ചൈനയും ഒരുപോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലാണ് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും നിലപാട് പാകിസ്ഥാന് ഏറ്റവും നിർണായകമാണ്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ ഒരു ആക്രമണമാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ തിരിച്ചടിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഘർഷം അത് കൂടുതൽ കനക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം പാകിസ്ഥാൻ ഒരു തരത്തിലും ഇത്തരത്തിൽ ഇങ്ങനൊരു അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രൊവക്കേഷനും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ താലിബാനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. താലിബാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഭീകരവാദി എന്ന് മുദ്ര കുത്തിയിരിക്കുന്ന ഒരാളാണ് ഈ നൂർ വാലി മസൂദ് എന്ന് പറയുന്നത്. അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലടക്കം വലിയ രീതിയിൽ ആക്രമണങ്ങളും ആ മേഖലയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ മാതൃ സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ വധിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതും വധിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ബോർഡർ പോസ്റ്റുകളെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നടത്തിയിരിക്കുന്നത്. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ചൈന ഭിന്നത രൂക്ഷമായതോടെ വ്യാപാര യുദ്ധം വീണ്ടും കലുഷിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകം. നവംബർ 1 മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് ചൈനയ്ക്ക് 100% അധിക നികുതി ഏർപ്പെടുത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടേത് പ്രകോപനപരമായ നിലപാടെന്നാണ് ചൈനയുടെ പക്ഷം. അമേരിക്കയിലെ ധനബില്ലിനെ ചൊല്ലി തുടങ്ങിയ
തർക്കത്തിനൊടുവിൽ തുടങ്ങിയ അടച്ചിടൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടാനും കൂടി തുടങ്ങിയതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണ്. ഏതാണ്ട് 4100 പേരെയാണ് ആദ്യഘട്ടത്തിൽ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഗവൺമെന്റ് മേഖലയെ സ്തംഭിപ്പിച്ച് US ഗവൺമെന്റ് ഷട്ട്ഡൌൺ 3-ാം ആഴ്ചയിലേക്ക് അടുക്കുമ്പോൾ ട്രംപ് ഭരണകൂടം ഫെഡറൽ ജീവനക്കാരുടെ വൻതോതിലുള്ള പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ഷട്ട്ഡൌൺ 10-ാം ദിവസം കടന്നപ്പോൾ ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള വളരെ ശക്തമായൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തുടങ്ങിക്കഴിഞ്ഞു. പൊതുസേവനങ്ങളെ സ്തംഭിപ്പിച്ച ഗവൺമെന്റ് ഷട്ട്ഡൌൺ പരിഹരിക്കാൻ ഡെമോക്രാറ്റുകളിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനാണ് പിരിച്ചുവിടൽ തന്ത്രം നടപ്പിലാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 10-ന് വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റ് ഡയറക്ടറായ റസൽ വൂട്ട് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള സർക്കാരിന്റെ റിഡക്ഷൻ ഇൻ ഫോഴ്സ് RIF നടപടിക്രമത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് RIF ആരംഭിച്ചിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചിരുന്നു. പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇത് നടക്കുന്ന വകുപ്പുകളെയും ഏജൻസികളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെയും വ്യക്തമല്ല. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ അധികാര ദുർവിനിയോഗമായി വിശേഷിപ്പിച്ചു. ഫണ്ടിംഗ് കാലതാമസത്തിനിടയിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് തൊഴിൽ സിവിൽ സർവീസ് നിയമങ്ങൾ ലംഘിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ വകുപ്പിനുള്ളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തതായി US ട്രഷറി വക്താവ് പറയുന്നുണ്ട്. അതേസമയം സൈബർ സുരക്ഷയിലും ഇൻഫ്രാസ്ട്രക്ചർ സുരക്ഷാ ഏജൻസിയിലും പിരിച്ചുവിടലുകൾ ഉണ്ടാകുമെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ വക്താവ് ദി ഗാർഡിയനോട് പറഞ്ഞിരുന്നു. ഫെഡറൽ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിലെ അംഗങ്ങളെയും ഈ കുറവ് ബാധിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പിരിച്ചുവിടലുകളുടെ വെളിച്ചത്തിൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ആശ്രയിക്കുന്ന സേവനങ്ങളിൽ ഈ നീക്കം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഈ നീക്കങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. രാജ്യത്തുടനീളമുള്ള സമൂഹങ്ങൾക്ക് നിർണായകമായ സേവനങ്ങൾ നൽകുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളെ നിയമവിരുദ്ധമായി പിരിച്ചുവിടാൻ ട്രംപ് ഭരണകൂടം സർക്കാർ അടച്ചുപൂട്ടലിനെ ഒരു ഒഴിവുകഴിവായി ഉപയോഗിച്ചത് അപമാനകരമാണ്. 8 ലക്ഷം ഫെഡറൽ DC സർക്കാർ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് AFGE ദേശീയ പ്രസിഡന്റ് എവരറ്റ് കെല്ലി പറഞ്ഞു. സർക്കാർ അടച്ചുപൂട്ടൽ തുടർന്നാൽ ഫെഡറൽ ഏജൻസികൾ ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് വോട്ട് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഏറ്റവും പുതിയ പിരിച്ചുവിടലുകൾ ഉണ്ടായിരിക്കുന്നത്. US-ലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനുകളുടെ ഫെഡറേഷനായ AFL-CIO വെള്ളിയാഴ്ച വോട്ടിന് പോസ്റ്റിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അമേരിക്കയിലെ യൂണിയനുകൾ നിങ്ങളെ കോടതിയിൽ കാണും. കഴിഞ്ഞ ആഴ്ച AFGEയും അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കൗണ്ടി ആൻഡ് മുനിസിപ്പൽ എംപ്ലോയീസ് AFSCME ട്രംപ് ഭരണകൂടം ഷട്ട്ഡൌൺ സമയത്ത് പ്രാബല്യത്തിൽ വരുന്ന ഏതെങ്കിലും കുറവുകൾ, അതായത് RIFകൾ നടപ്പിലാക്കുന്നത് തടയുന്നതിനായി ഒരു താൽക്കാലിക നിരോധന ഉത്തരവിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. വോട്ടിന്റെ പുതിയ പ്രഖ്യാപനത്തിന് ശേഷം വെള്ളിയാഴ്ച യൂണിയനുകൾ താൽക്കാലിക നിരോധന ഉത്തരവിനായി അടിയന്തര പ്രമേയം ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടപ്പിരിച്ചുവിടലുകൾ നിയമവിരുദ്ധമാണ്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ദിവസവും ആശ്രയിക്കുന്ന സേവനങ്ങളിൽ ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഫുഡ് ഇൻസ്പെക്ടർമാരായാലും പബ്ലിക് സേഫ്റ്റി ജീവനക്കാരായാലും അമേരിക്കയെ പ്രവർത്തിപ്പിക്കുന്ന എണ്ണമറ്റ പബ്ലിക് സർവീസ് തൊഴിലാളികളായാലും ഈ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ കളികളിൽ പെട്ടുപോകരുത്, AFSCME പ്രസിഡന്റ് ലീ സോണ്ടേഴ്സ് വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. നിയമവിരുദ്ധമായി ഈ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിലൂടെ ഭരണകൂടം ഫെഡറൽ ജീവനക്കാരെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, അത് അവരുടെ കുടുംബങ്ങളെയും അവർ ദിവസവും സേവിക്കുന്ന സമൂഹങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. പൊതുസേവന തൊഴിലാളികളുടെ സ്വാതന്ത്ര്യത്തിനും ജോലിക്കും നേരെയുള്ള ഈ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായ ആക്രമണങ്ങൾ തടയാൻ ലഭ്യമായ എല്ലാ നിയമപരമായ വഴികളും ഞങ്ങൾ പിന്തുടരും, പ്രസ്താവനയിൽ പറഞ്ഞു. കൃഷ്ണ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചക്കക്കൊമ്പിന്റെ ആക്രമണം രൂക്ഷമായതോടെ ശക്തമായ പ്രതിഷേധവുമായി ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ആനയെ മേഖലയിൽ നിന്ന് മാറ്റണമെന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. 24 മണിക്കൂറും RRTയുടെ സേവനം ഉറപ്പാക്കുന്നതിനൊപ്പം സംഘത്തിന് വേണ്ട ആയുധങ്ങളും സംവിധാനങ്ങളും ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അരിക്കൊമ്പനെ പ്രദേശത്തുനിന്ന് കടത്തിയ ശേഷം ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് വേലിച്ചാമി എന്ന ചൂണ്ടൽ സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ചക്കക്കൊമ്പൻ ഇതുവരെ 10 പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ ചിന്നക്കനാൽ, ശിങ്കുകണ്ടം, ബീൽറാവ്, 301 അടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ആനയെ പ്രദേശത്തു നിന്ന് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറേ കാലമായിട്ട് ഇവിടെ ആന വലിയ ശല്യം ഇല്ലാതിരുന്നതാണ് അരിക്കൊമ്പ് പോയതിനു ശേഷം. ഇപ്പം നിലവിൽ ഈ ജോസഫ് വേൽച്ചാമി എന്ന് പറയുന്ന ആളെ പറമ്പ് വെച്ച് ആന വന്നു.
ഈ ആന അപകടകാരിയാണ്. ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും. ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം. അതാണ് ഞങ്ങൾ കൃഷിക്കാരുടെ ആവശ്യം. നിലവിലുള്ള കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആനകളെ തുരത്തുന്നതിന് വേണ്ട സംവിധാനമില്ലെന്ന പരാതിയുമുണ്ട്. RRT ടീമിന് RRT ടീം സജ്ജമാണ്. ഇവിടെ 24 മണിക്കൂർ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരു പടക്കം പോലും അവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. അവരൊരു മനുഷ്യരല്ലേ. ആന രാത്രി കാലങ്ങളിൽ നേരിടാനുള്ള ഒരു ഫോഴ്സും ഇല്ലാതെ അവർ ഇടപെടുന്നതുകൊണ്ട് അവർക്കും അപകടം നടക്കാനുള്ളൊരു സാഹചര്യം കൂടുതലാണ്. നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്കക്കൊമ്പൻ നശിപ്പിച്ചു. പ്രദേശത്താകെ 27ഓളം ആനകളുണ്ടെന്നും ഇവ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിനും വനം വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം ഇടുക്കിയിലെ തേയില കർഷകർ പ്രതിസന്ധിയിലാണ്. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുകയാണ്. ഇതിന് പരിഹാരം കാണാൻ ടീ ബോർഡും ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇടുക്കി ജില്ലയിൽ 12,000-ഓളം ചെറുകിട തേയില കർഷകരുണ്ട്. ഉപ്പുതുറ, തോപ്രാംകുടി, കാൽവരിമൗണ്ട്, വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായി സീസണിൽ പ്രതിദിനം 2.5 ലക്ഷം കിലോയോളം തേയില കൊളുന്താണ് ഫാക്ടറികളിലേക്ക് പോകുന്നത്. ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ഫാക്ടറികൾ കൊളുന്ത് വാങ്ങുന്നത് നിർത്തും. ഇതോടെ വിൽക്കാൻ മറ്റ് മാർഗമില്ലാതെ കർഷകർ തേയിലക്കൊളുന്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. വിലയിടിവാണ് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. 18 രൂപയാണ് 1 കിലോ കൊളുന്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഉൽപ്പാദന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ ഈ വില കൊണ്ട് കൃഷിയുമായി മുന്നോട്ട് പോകാനാകില്ല. പൊടി വർധനവ് 30%, പൊടിക്ക് വില 30% കൂടിയിട്ടും കൊളുന്തിന് ഇപ്പോഴും വില 20% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും നഷ്ടങ്ങൾ സഹിച്ചും വളലഭ്യതയൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊളുന്ത് ഉൽപ്പാദിപ്പിച്ചിട്ടും കർഷകർക്ക് അതിന് ആനുപാതികമായൊരു വില ലഭ്യമാകുന്നില്ല. പിന്നെ കനത്ത മുടക്കുമുതൽ വന്നിരുന്നുണ്ട് പ്ലാന്റ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് ചെടി നശിപ്പിച്ച് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് കർഷകർ ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളങ്ങളുടെ ലഭ്യതക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സബ്സിഡി നിരക്കിൽ വളം നൽകാൻ ടീ ബോർഡ് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. നിളയുടെ അതിമനോഹര കാഴ്ചകൾ കണ്ട് നടക്കാൻ ഇനി കർമ്മ റോഡ് മാതൃകയിൽ കുറ്റിപ്പുറത്ത് നിളയോര പാതയും ഒരുങ്ങുകയാണ്. ഇരിപ്പിടങ്ങളും തെരുവ് വിളക്കുകളും ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള റാമ്പുകളും ബോട്ട് സർവീസ് പോയിന്റുകളും അടക്കമാണ് നിളയോര പാത വിഭാവനം ചെയ്യുന്നത്. കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയോരത്തെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പൊന്നാനി കർമ്മ റോഡ് മാതൃകയിൽ നിളയിലും പുതിയ പാത നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. നിളയുടെ അരികുപറ്റി പുഴയോര പാത നിർമ്മിക്കുകയാണ് ലക്ഷ്യം. കുറ്റിപ്പുറം പാലത്തിൽ നിന്ന് തുടങ്ങി നിളയോരം പാർക്കിലൂടെ ചെമ്പിക്കൽ വരെ പാത നിർമ്മിക്കുകയാണ് ലക്ഷ്യം. 3 കിലോമീറ്റർ നീളമുള്ള പാത യാഥാർത്ഥ്യമായാൽ കുറ്റിപ്പുറം ടൗൺ ഒഴിവാക്കി വാഹനങ്ങൾക്ക് തിരൂർ റോഡിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ബദൽ റോഡായും ഉപയോഗിക്കാം. പുഴയോര റോഡിന്റെ ഭാഗമായി ഇരിപ്പിടങ്ങളും തെരുവ് വിളക്കുകളും ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള റാമ്പുകളും ബോട്ട് സർവീസ് പോയിന്റുകളും ഒരുക്കും. നിളയിലെ കാഴ്ചകൾ കണ്ട് കുറ്റിപ്പുറം പാലത്തിന് താഴെ നിന്നും തിരൂർ റോഡ് വരെ പാതയിലൂടെ സഞ്ചരിക്കാനാകും. 2ാം ഘട്ടത്തിൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം വരെ പാത നീട്ടുന്നതിനെക്കുറിച്ചും ആലോചിക്കും. കുറ്റിപ്പുറം നിള പാർക്കിൽ ആബിദ് ഹുസൈൻ തങ്ങൾ MLA-യുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. പുഴയോരപ്പാത കടന്നുവരുന്ന മേഖലയിലുള്ള കയ്യേറ്റങ്ങളും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും സംബന്ധിച്ച് സർവേ നടത്താൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 തിരൂർ. അവധിക്കാലമായാൽ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്കാണ്. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ തിരക്കേറുകയും ചെയ്യും. സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും തുണയാകുന്നുണ്ട്. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയാൽ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല. മൂന്നാറും വാഗമണ്ണും തേക്കടിയും എല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കവിയും. ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു. എന്നാൽ പൂജാ അവധിക്കാലത്ത് കാലാവസ്ഥ സഞ്ചാരികൾക്ക് അനുകൂലമായി. രാമക്കൽമേട്, തൊമ്മൻകുത്ത്, ശ്രീനാരായണപുരം, കാൽവരി മൗണ്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. நாங்கள் இங்கே வந்து பார்த்தோம். அதாவது காலையில் நாங்கள் வரும்போது 11 மணி இருக்கும். அப்போயே நல்லா மோடம் இறங்கிருச்சு. நல்லா மிஸ்ட்டு பார்க்க சூப்பராக இருந்தது. என்ன இன்னும் கொஞ்சம் நேரம் முன்னாடி வந்திருந்தோம்னா கொஞ்சம் ஃபோட்டோஸ் எடுத்துருக்கலாம். ஆனால் நல்லாயிருக்கு, இடம் சூப்பராக இருக்குது. നല്ല വൈബുള്ള സ്ഥലം, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു.
അവധി ദിവസങ്ങളിൽ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലെത്തുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും. ന്യൂസ് 18 ഇടുക്കി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. 5,70,000 രൂപയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തട്ടിയെടുത്തത്. വർക്ക് ഫ്രം ഹോമിലൂടെ വരുമാനം നേടാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് നടക്കുന്നത്? ഈ ഇൻസ്റ്റഗ്രാം പേജിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിവിദഗ്ധമായാണ് ഈ മട്ടാഞ്ചേരി സ്വദേശിയെ ഈ ഓൺലൈനിലൂടെ തട്ടിപ്പ് ഇരയാക്കപ്പെട്ടത്. 5,70,500 രൂപയാണ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. ഈ തട്ടിപ്പ് സംഘത്തിന്റെ രീതി, ഇവരോട് വർക്ക് ഫ്രം ഹോം ആണ്, അതായത് വിവിധ സൈറ്റുകൾ അയച്ചു കൊടുത്തിട്ട് അതിൽ കയറി റിവ്യൂ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും 5,000 രൂപ വെച്ച് നൽകാം എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു തട്ടിപ്പ്. ആദ്യം ഇതുപോലെ റിവ്യൂകൾ അയച്ചു കൊടുക്കുന്നതിനെ തുടർന്ന് ഇവർക്ക് ദിവസവും 5,000 രൂപ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്തോറും പലപ്പോഴായി ഇവർക്ക് 4,130, 5,000 അങ്ങനെ തുകയായി ലഭിക്കുകയും ചെയ്തു. പരാതിക്കാരിയെ വിശ്വാസത്തിലെടുത്തതിനു ശേഷം ഇവരോട് പറഞ്ഞു 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. ഈ രീതിയിലായിരുന്നു തട്ടിപ്പ്. പിന്നീട് ഈ പരാതിക്കാരി വീണ്ടും 5,70,000 രൂപ ഇവർക്ക് അയച്ചു കൊടുക്കുകയും പിന്നീട് ഈ പണം തിരിച്ചു കിട്ടാതായതോടുകൂടിയാണ് താൻ തട്ടിപ്പിനിരയായതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഇവരുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. എന്തായാലും ഫോർട്ട് കൊച്ചി പോലീസ് ഇതിൽ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഓൺലൈൻ തട്ടിപ്പ് ഈ അടുത്തിടയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് തട്ടിപ്പിനിരയാകുന്നത്. ഇവരെ പിടികൂടുക എന്ന് പറയുന്നത് സൈബർ സംഘത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ പലപ്പോഴും ഈ പണം വരുന്നത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കില്ല, അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന ഫോൺ നമ്പറൊക്കെ മറ്റ് ചിലരുടേതായിരിക്കും. അങ്ങനെ വലിയ രീതിയിൽ തട്ടിപ്പ്, വലിയൊരു സംഘം, ഒരു മാഫിയ സംഘം തന്നെയാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വീണ്ടും ഒരു ഫോർട്ട് കൊച്ചി സ്വദേശി ഇതിനിരയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മട്ടാഞ്ചേരിയിൽ നിന്നും സമാനമായ രീതിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയെടുത്തവരെ അന്വേഷണ സംഘം അതിവിദഗ്ധമായി പിടികൂടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഓൺലൈൻ തട്ടിപ്പ് സജീവമാക്കുകയാണ്. നവമി പറഞ്ഞതുപോലെ തന്നെ ഈ തട്ടിപ്പിന് പിന്നിലുള്ളവരെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തായാലും പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യുവതിയുടെ വിശദമായി മൊഴിയെടുക്കും. ഇവർ ഏത് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തും. ഒപ്പം ഈ അക്കൗണ്ടുകളിലേക്ക് മറ്റ് ആരെങ്കിലും പണം അയച്ചിട്ടുണ്ടോ, ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ മൊബൈൽ ഫോൺ, അത് ഏത് നമ്പറിൽ ഇവരെ ബന്ധപ്പെടുന്നത് ഏത് വഴിയാണ്, ഏത് ഫോൺ നമ്പർ വഴിയാണ്, ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇവർ കടക്കുക. പക്ഷെ ഇത് എത്രമാത്രം ഈ പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അന്വേഷണ സംഘം എന്തായാലും ഈ പ്രതികൾക്ക് പുറകിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്കായിരിക്കും ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ശരി, എറണാകുളം ഫോർട്ട് കൊച്ചിയിലാണ് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 5,70,000 രൂപയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ തട്ടിയെടുത്തിരിക്കുന്നത്. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിക്ക് 30 ആണ്ട്. 1995 ഒക്ടോബർ 11 പുലർച്ചെയായിരുന്നു സ്വാമിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശിവഗിരിയിൽ പോലീസ് കയറിയത്. ഹൈക്കോടതി വിധി നടപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു. ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന
ഗുരുവിന്റെ സമാധി സ്ഥലം അങ്ങനെ കലാപഭൂമിയായി. മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ എ കെ ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും ഒരു ഇടവേളയാണ്. മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. കാസർഗോഡ് ഭൂ രജിസ്ട്രേഷൻ നടപടികൾ പ്രതിസന്ധിയിൽ. ചില വില്ലേജുകളിൽ വസ്തു കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ നൽകിയവർ ആശങ്കയിലാണ്. കുമ്പള, തളങ്കര, മൊഗ്രാൽ, ബംബ്രാണ എന്നീ വില്ലേജുകൾക്ക് കീഴിലുള്ള ആധാരങ്ങൾ ചെയ്തു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചിലയിടത്ത് വസ്തു കൈമാറ്റം പൂർണ്ണമായും സ്തംഭിച്ചു. രജിസ്ട്രേഷൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രജിസ്റ്റർ ഫീസ്, സ്റ്റാമ്പ് പേപ്പറിന്റെ പണം എന്നിവ ഉൾപ്പെടെ അടപ്പിച്ചതെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം. ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേര് ഗൾഫിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നാളെ രാവിലെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ടിയിരുന്നത്, സാധാരണ ഒരു നിയമം വരുന്നുണ്ടാകുമ്പോൾ ഒരാഴ്ച സമയം കൊടുക്കണം. ഇത് നോട്ട് നിരോധനം പോലെ ജനങ്ങൾ മൊത്തം വലയുന്നുണ്ട്. ഇവിടെ തളങ്കര, മൊഗ്രാല്, പിന്നെ ബംബ്രാണ, കുമ്പളയിലുള്ള ബംബ്രാണ, ഈ 3 സ്ഥലത്താണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള പ്രശ്നമുള്ളത് സ്ഥലം. ഇത് സാധാരണ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരാഴ്ചയെങ്കിലും കൊടുക്കണം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ചെയ്യാനുള്ള അതിന് മാറ്റം. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാതിരിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ തണ്ടപ്പേര് തരാതിരിക്കുക. ഇതൊന്നും കൂടാതെ എല്ലാം ചെയ്തിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ആധാരത്തിന് വരുന്നത് ദുബായിൽ നാളും വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഇവിടെ തരുന്നില്ല. ജനങ്ങളോട് ചെയ്യുന്ന വളരെ വലിയൊരു അക്രമമായിട്ടാണ് ഇത് കാണുന്നത്. 30-ലധികം ആധാരങ്ങളാണ് രജിസ്ട്രേഷൻ നടത്താതെ മുടങ്ങിയത്. ഡിജിറ്റൽ സർവേ, സാറ്റലൈറ്റ് സർവേ എന്നിവ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പെട്ടെന്ന് വന്ന ഉത്തരവിൽ ഉദ്യോഗസ്ഥർക്കും ആശയക്കുഴപ്പമുണ്ട്. മുദ്രപേപ്പറുകൾക്ക് കാലാവധി നീട്ടി നൽകണമെന്നും റിട്ടേൺ തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും നിലവിലെ പ്രതിസന്ധി അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്നുമാണ് വ്യാപക ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് തീരദേശ ഹൈവേ നിർമ്മാണം പ്രതിസന്ധിയിൽ. മിക്ക സ്ഥലങ്ങളിലും സ്ഥലനിർണയത്തിനായി സ്ഥാപിച്ച കുറ്റികൾ മാത്രമായി ഒതുങ്ങുകയാണ്. കുറ്റികളിൽ ചിലത് കടലെടുത്ത് പോവുകയും ചെയ്തതോടെ നാട്ടുകാരുടെ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുകയാണ്. തീരദേശ ഹൈവേ തീരം തൊടാതെ വർഷങ്ങൾ പിന്നിടുന്നതിന്റെ നേർസാക്ഷ്യമാണ്
ഈ കാണുന്ന സ്ഥലനിർണയ കുറ്റികൾ. കാസർഗോഡിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ വലിയ പറമ്പയിലും അജാനൂരിലും ഉദുമയിലും കാഞ്ഞങ്ങാട്ടും മൊഗ്രാലിലുമെല്ലാം തീരദേശ ഹൈവേക്കായി സ്ഥാപിച്ച കുറ്റികൾ കാണാം. എന്നാൽ ഇവ പുഴയരികിലും കടലോരത്തുമായി നോക്കുകുത്തികളായിട്ട് വർഷം 3 കഴിഞ്ഞു. പിണറായി സർക്കാർ പ്രഖ്യാപിച്ച തീരദേശ ഹൈവേ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് യാഥാർത്ഥ്യമാകില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. യാതൊരു പ്രതീക്ഷയുമില്ലെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. തീരദേശ ഹൈവേക്ക് വേണ്ടി ഇട്ട കുറ്റികൾ പോലും ഏകദേശം കടലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തീര സംരക്ഷണം നടന്നെങ്കിൽ മാത്രമേ ഈ തീരദേശ ഹൈവേക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. കാരണം തീരദേശ ഹൈവേ വന്നു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരദേശ ഹൈവേ എന്ന ഇത്രയും കോടികൾ ചെലവാക്കിയുള്ള പ്രൊജക്റ്റ് തന്നെ കടൽക്ഷോഭത്തിൽ കടലെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകണം, എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്ന് തന്നെയാണ് തീരദേശവാസികളുടെ സ്വപ്നം. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ വളരെ സംശയമുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. 2 പാലങ്ങൾ, അഴിമുഖത്തിന് കുറുകെയുള്ളൊരു പാലം, പിന്നെ രാമന്തളി വഴി വരുന്നൊരു പാലവും. ഈ 2 പാലങ്ങൾ ഞങ്ങൾ നാടിന്, പ്രത്യേകിച്ച് എൻ്റെ വലിയോർമ്മ പഞ്ചായത്തിന് തന്നെ വളരെ നേട്ടങ്ങൾ തരുന്ന പാലങ്ങൾ തന്നെയാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരദേശവാസികൾ ഇപ്പോഴും സന്ദേഹത്തിൽ തന്നെയാണ്. KRFBക്കാണ് റോഡിന്റെ നിർമ്മാണ ചുമതല. വലിയ പറമ്പയിലെ പാണ്ഡ്യാലക്കടവ് മുതൽ കാസർഗോഡ് മൊഗ്രാൽ വരെ 56 കിലോമീറ്റർ ദൂരത്തിലാണ് തീരദേശപാത കടന്നു പോകേണ്ടത്. റോഡ് പോകുന്ന ഇടങ്ങളിൽ കടലേറ്റ ഭീഷണി ചെറുത്ത് തീരസംരക്ഷണം ഉറപ്പാക്കൽ, സ്ഥലമേറ്റെടുക്കൽ, തടസ്സവാദങ്ങളില്ലാത്ത കൃത്യമായ രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങിയവയൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെ 15 മീറ്റർ വീതിയിൽ നിർമ്മിക്കേണ്ട തീരദേശ ഹൈവേ ജലരേഖയായി മാറുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായി പരാതി. ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യവുമായി BJP രംഗത്ത് വന്നു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതര ആരോപണമുയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്ത് സംഭവം നടന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്തു വന്നിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടയ്ക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് പട്ടാമ്പി നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമെന്ന് പരാതി. വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. കൌൺസിലർമാരും UDF നേതാക്കളും നഗരസഭ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സൂപ്രണ്ടിനെയും ഇവർ ഉപരോധിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ പേരിൽ 2 മാസത്തോളമായി ടൗണിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്.
പല പ്രദേശങ്ങളിലും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് UDFന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ നഗരസഭാ ഓഫീസിൽ സെക്രട്ടറിയോ മറ്റ് ബന്ധപ്പെട്ടവരോ ഇല്ലായിരുന്നതും പ്രശ്നത്തിന്റെ ആക്കം കൂട്ടി. തുടർന്ന് ഓഫീസിലെ സൂപ്രണ്ടിനെ UDF നേതാക്കൾ ഉപരോധിച്ചു. ഏകദേശം 2 മാസം ആളായി കുടിവെള്ളം ടൗണിലുണ്ടായി. റോഡ് ഫണ്ട് പേര് പറഞ്ഞാണ് കുടിവെള്ളം ഇല്ല എന്ന് പറയുന്നത്. അപ്പോ അവിടെ കിണർ കൂടി ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളാണ്. ആ കുടിവെള്ളത്തിന്റെ പേര് സമരം ചെയ്തിട്ട് നോക്കൂത്തി പോലെ പൈസ ജനങ്ങൾക്ക് വാങ്ങുന്ന നഗരസഭ എന്തുകൊണ്ട് കുടിവെള്ളം നഷ്ടപ്പെടുമ്പോ കൊടുക്കാൻ കഴിയാത്തപ്പോ നോക്കൂത്തികളായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പട്ടാമ്പിയിലെ ഭൂരിഭാഗം ജനങ്ങൾ 2 സെന്റും 3 സെന്റും വീട് കിണറില്ലാത്ത വീടുകളാണ്. അവർക്ക് ഈ കുടിവെള്ളമാണ് അവരുടെ ഏക ആശ്രയം. സെക്രട്ടറിയോ മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇല്ലാത്തത് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റത്തിനും ഇടയാക്കി. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ ഉറപ്പു നൽകണമെന്ന് ആവശ്യപ്പെട്ട കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാറുമായി നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന് ബന്ധപ്പെട്ട കരാറുകാർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. നഗരസഭയുടെ കുടിവെള്ള പദ്ധതി താറുമാറായിട്ടും അഴകുഴമ്പൻ നയവുമായി അതിന് പരിഹാരമുണ്ടാക്കാതെ ആരോ എന്തോ ചെയ്തു കൊള്ളട്ടെ എന്ന ഭാവത്തിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ അവകാശവും വിൽപ്പനയും ഒക്കെയുള്ള നഗരസഭ ഇപ്പോൾ ഈ കുടിവെള്ള ഗുണഭോക്താക്കളെ ഇത് മാത്രം കരുതി ജീവിക്കുന്ന പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് വീട്ടുകാരും സ്ഥാപനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ്. റോഡ് പണിയുടെ ഭാഗമായി മുൻപും പലതവണ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്താണ് പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത്. ന്യൂസ് 18 പാലക്കാട്. അടിമാലിയിൽ ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം. ചാറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത 85-നെയും 200 ഏക്കർ മെഴുകുംചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ ടാങ്കർ ലോറി നിർത്തിയാണ് രാത്രിയുടെ മറവിൽ പുഴയിലേക്ക് മാലിന്യം തള്ളിയത്. പഞ്ചായത്ത് അധികൃതരും പോലീസും നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് വലിയ ടാങ്കർ ലോറിയിലെത്തിച്ച് ശുചിമുറി മാലിന്യം സാമൂഹ്യവിരുദ്ധർ ദേവിയാർ പുഴയിലേക്ക് നിക്ഷേപിച്ചത്. അടിമാലി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈസ്റ്റേൺ കമ്പനിക്ക് പിറകിൽ ഇടവഴിയിൽ വാഹനം നിർത്തിയാണ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത്. നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന പുഴയിലേക്കാണ് മാലിന്യം തുറന്നുവിട്ടത്. സംഭവമറിഞ്ഞ് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായി. മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി ആരംഭിച്ചു. മാലിന്യം നിക്ഷേപിച്ചവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 500,000 രൂപ പാരിതോഷികം നൽകുമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. നിയമപരമായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും തക്കതായ വിവരം ലഭിക്കുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം നൽകുവാനും ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള നടപടികൾ കണ്ടുവരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കും. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തും മാലിന്യം തള്ളിയ ഭാഗത്തെ പറമ്പുടമയും അടിമാലി പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മാലിന്യം എത്തിച്ചുവെന്ന് കരുതുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 അടിമാലി. ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാകും. ജീവിതത്തിലും ക്രിക്കറ്റിലും കരുത്തുറ്റ മാതൃകയായി നിലകൊള്ളുന്ന യുവരാജ് സിംഗ് മുന്നോട്ടുള്ള യാത്രയിൽ ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിനൊപ്പം ചേരുന്നത് പ്രചോദനമാകുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് അഭിപ്രായപ്പെട്ടു. പുതിയ 5 സംസ്ഥാനങ്ങളിലേക്ക് കമ്പനി സേവനം വ്യാപിപ്പിക്കും. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇനി ഗോൾഡ് ലോണുകൾക്കായി മാത്രം പ്രവർത്തിക്കുന്ന NBFC ആയി മാറും. സ്വർണ്ണ വായ്പയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. മികച്ച സേവനവും കുറഞ്ഞ പലിശ നിരക്കും നൽകി സ്വർണത്തിന്റെ സാധ്യതകൾ ജനങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് പറഞ്ഞു. ആരോഗ്യരംഗത്തെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഇടപെടൽ നാടിന് ഉപകാരപ്രദമെന്ന് മുഖ്യമന്ത്രി.
കല്യാൺ ജുവല്ലേഴ്സ് ഫൗണ്ടേഷന്റെ ഡയാലിസിസ് സെന്റർ തൃശൂരിലെ മുതുവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സെന്റർ മാറുമെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കല്യാൺ ജുവല്ലേഴ്സ് ചെയർമാൻ വിനോദ് റായ്, മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജേഷ് കല്യാണരാമൻ, രമേശ് കല്യാണരാമൻ, സ്വതന്ത്ര ഡയറക്ടർമാരായ ADM ചാവലി, CR രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. നാടിൻ്റെ സാമ്പത്തിക വ്യാവസായിക പുരോഗതിയിൽ ഗണ്യമായ സംഭാവന നൽകിയിട്ടുള്ള കല്യാണ സംരംഭങ്ങളുണ്ട്. അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയ ദൃഷ്ടാന്തമായാണ് ഈ ഡയാലിസിസ് മാറുന്നത്. ഇവിടെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. 14 മിഷനുകൾ എടുത്തുകൊണ്ട് ഭാവിയിലെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ഇത് പോകുമെന്ന കാര്യത്തിൽ ആർക്കും ആശങ്കയുണ്ടാവില്ല. ഇനി നമ്മൾ പോകുന്നത് രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. കൊല്ലം പെരുമണ്ണിലെ ധനദേവിന്റെ 1ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് വസുദേവ്, അർണവ്, ആര്യൻ എന്നിവരാണ്. ധനദേവിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. കാട്ടാക്കടയിലുള്ള പാലേലി അദ്വൈതിന്റെ 13ാം പിറന്നാളാണിത്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അക്കു, ചിക്കു, നക്ഷത്ര, അനു, അബി, സമ്പത്ത്, സൗഭാഗ്യ, ഋതിക്, ആദർശ്, വിശ്വദീപ്തി സ്കൂളിലെ അധ്യാപകരും കുട്ടികളുമൊക്കെയാണ്. അദ്വൈതിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നെയ്യാറ്റിൻകര തിരുപ്പുറത്തുള്ള ശ്യാമിന്റെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ശാരിക, ശരത് എന്നിവരാണ്. ശ്യാമിന് പിറന്നാൾ ആശംസകൾ ന്യൂസ് 18ന്റെ പേരിലും നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.